കേരളത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മുടെ കേരളത്തെ വിഭജിക്കാൻ പോകുന്ന ശക്തിയുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ വിഭാഗീയത കോരിയിടാൻ പോകുന്ന ഒരു പ്രശ്നമാണ് മുനമ്പത്ത് നടക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വീണ്ടും ആ വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുനമ്പം വീണ്ടും കത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തലങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുനമ്പം വിഷയം കേരളത്തിൽ വിഭാഗീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന പണികളിലേക്ക് കൂടി ബാക്കിയുള്ള നിരവധി ആളുകൾ നടന്നിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സതീശൻ്റെ ചില വർത്തമാനങ്ങളാണ് എന്നുള്ളത് പറയാതെ വയ്യ. മുഖ്യമന്ത്രി സതീശൻ്റെ, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ എന്ന് പറയുന്നത് VD എന്നാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് വെറും ഡയലോഗ് സതീശൻ എന്നുള്ളതാണ്. അത് പറയാനുള്ളൊരു കാരണം, അദ്ദേഹം പലപ്പോഴും പല ഡയലോഗുകളൊക്കെ നമുക്കറിയാം പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും വിശദമായി പോകേണ്ടതില്ല. വിശദമായി പോയാൽ ഏതാണ്ട് 2-3 മണിക്കൂർ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല വാക്കുകളും അതിൻ്റെ തെറ്റായ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ, അത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഡയലോഗ് ഇട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വെറും 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കാമെന്ന് 1.5 കൊല്ലം മുമ്പ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത് പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ആരും ഇറക്കി വിടാൻ പോകില്ല. ഇത് 1.5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് വരും, അന്നേരം നിങ്ങളത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീരുമെന്നാണ്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം എങ്ങനെ തീർക്കുമെന്ന് ചോദിച്ചാൽ, സെക്ഷൻ 97 പ്രകാരം വഖഫ് ബോർഡിന്, അതായത് കേരളത്തിലെ വഖഫ് ബോർഡിന് ഗവൺമെൻറ് ഒരു നിർദ്ദേശം നൽകുന്നു. അപ്പോൾ തന്നെ അവർ ഈ ക്ലെയിം ഉപേക്ഷിക്കുന്നു, ഈ വഖഫ് ഭൂമിയിലേക്കുള്ള, അതായത് മുനമ്പത്തെ ക്ലെയിം ഉപേക്ഷിക്കുന്നു. അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം സന്തോഷത്തിലാവുന്നു. പിന്നെ ആളുകളെ ലഡുവൊക്കെ മേടിച്ച് വിതരണം ചെയ്തു, സതീശനെ വാനോളം പുകഴ്ത്തുന്നു, അതിനുശേഷം മാധ്യമങ്ങളൊക്കെ വെണ്ടക്ക നിരത്തുന്നു, എല്ലാം ശുഭം എന്നുള്ളതാണ്. പക്ഷേ ഇത് സിനിമയോ നാടകമോ ഒന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്ര ശുഭകരമായിട്ട് കാര്യം തീർക്കാൻ പറ്റില്ല. കാരണം ഇത് ഹൈക്കോടതിയുടെ, സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. പിന്നെ ഇതിൽ സതീശൻ മനഃപൂർവ്വം മാറ്റിവെച്ചൊരു കാര്യം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് സെക്ഷൻ 96 പ്രകാരം ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതിന് അനുസരിച്ചാണ് ഈ നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുണ്ട്. അതും യഥാർത്ഥത്തിൽ അങ്ങോട്ട് വളരെ തന്ത്രപരമായി അത് വിഴുങ്ങിക്കളയാണ് സതീശൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെങ്കിലും നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളത് വി ഡി സതീശന് മനസ്സിലായി. അതിനുശേഷം സതീശനെടുത്ത അടുത്ത തന്ത്രം എന്ന് പറയുന്നത് ഉമീദ് പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടലിൽ ഇത് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ വാക്ക് തന്നെ തെറ്റാണ്. ഇത് വഖഫിൻ്റെ ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2019 ആ 2019 പാണക്കാട് റഷീദ് അലി സാഹിബ് തങ്ങളാണ് അവിടെ റഷീദ് അലി ശിഹാബ് തങ്ങളാണ് യഥാർത്ഥത്തിൽ അന്ന് വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ടിരുന്നിരുന്നത്. ആ വഖഫ് ബോർഡിൻ്റെ ചെയർമാനെ ഈ കഴിഞ്ഞ ഈദ് ദിനത്തിൽ പോലും ചെല്ലുമ്പോൾ VD സതീശൻ മൂന്നാമതായി കെട്ടിപ്പിടിച്ചത് അദ്ദേഹത്തെയാണ് എന്നുള്ളത് മറന്നു പോകരുത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലിരുന്ന വഖഫ് ബോർഡാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. പിന്നെ ആകെ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളിലെല്ലാം തന്നെ ഡാറ്റ എൻ്റർ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. ആ ഡാറ്റ പോലും കൃത്യമായി പൂർണ്ണമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം അത് എൻ്റർ ചെയ്യണമെങ്കിൽ നിരവധി കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. എത്ര കേസുകളുണ്ട് ഈ ഭൂമിയിൽ, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രിങ് പോലും ഫൈനലൈസേഷനിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഉമീദ് പോർട്ടലിലേക്ക് ഇത് എൻ്റർ ചെയ്ത് പോയതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കള്ളമാണ് സതീശൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് പറഞ്ഞതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് സതീശൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ ഒക്കെ മാത്രമേ ഇത് വലിയ പ്രശ്നമായി വരുള്ളായിരുന്നു. പക്ഷേ ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞല്ലോ, എന്നിട്ടും എന്താ പരിഹരിക്കാത്തതെന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ചോദ്യങ്ങൾ വഖഫിൻ്റെ കാര്യത്തിൽ മാത്രമായി ഒതുങ്ങുന്നുമില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ആ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് വഖഫിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയമായ നിലപാടാണ്, അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് എന്നുള്ളത് ഒരു കണക്കിൽ പറയുന്നു. സിദ്ദിഖ് സേട്ടടക്കമുള്ള നിരവധി ആളുകൾ ഇതിൻ്റെ പുറത്ത് നടത്തിയിട്ടുള്ള പരിപാടികളിൽ വലിയ കുതന്ത്രമുണ്ടായിരുന്നു. ഏറ്റവും വലിയ ലാൻഡ് മാഫിയ കൊള്ളയാണ് നടത്തിയത് എന്ന് പറയുന്ന ആരോപണം വരുന്നു. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ എനിക്കറിയാം, ഞാനിപ്പോൾ അതിൻ്റെ വിസ്താരഭയം കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അത്തരത്തിൽ പലപ്പോഴും ഇദ്ദേഹത്തിന് അവകാശം പോലുമില്ലാത്ത പ്രോപ്പർട്ടിയാണ് ഇത് കൊടുത്തത് എന്ന് പറയുന്ന കാര്യമൊക്കെ തന്നെയുണ്ട്. അത് വളരെ തന്ത്രപരമായി തട്ടിയെടുത്തതാണ്. 1947 മുമ്പ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ 47 എത്തുമ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചെത്തേണ്ടതാണ്. അത് തിരിച്ചെത്താതിരിക്കാൻ പല അഭ്യാസങ്ങളും കാണിച്ചിട്ടാണ് ഈ സിദ്ദിഖ് സേട്ടക്കം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇത് ഈ പറയുന്ന ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വഖഫിന് കൊടുത്തിട്ടുള്ളത്, ഫാറൂഖ് കോളേജിന് കൊടുത്തിട്ടുള്ളത്. ഫാറൂഖ് കോളേജ് ആണെങ്കിൽ ഇത് കാശ് മേടിച്ചുകൊണ്ട് വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പണ്ട് പോലെ ആളുകൾ താമസിച്ചിരുന്നു, അവർക്ക് കാശ് മേടിച്ചുകൊണ്ട് വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇത് 6 മാസമോ 1 കൊല്ലമോ 2 കൊല്ലമോ ഒക്കെ ഗവൺമെൻറ്റിന് സമയം കിട്ടുമായിരുന്നു. പക്ഷേ സമയം കിട്ടാത്തതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത്
ഈ 10 മിനിറ്റ് എന്ന് പറയുന്ന ഡയലോഗാണ്. സതീശൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, സതീശൻ പല കാര്യങ്ങളിലും ഇതുപോലെ ഡയലോഗ് ഇടാറുണ്ട്. 10 മിനിറ്റ് എന്ന് സതീശൻ പറയുകയും അതുപോലെ തന്നെ 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂർ പോലെ പോയിട്ട് ലാസ്റ്റ് 72 മണിക്കൂറായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും അവസാന ദിവസം, തെരഞ്ഞെടുപ്പ് പത്രിക കൊടുക്കുന്നതിൻ്റെ അവസാന ദിവസമായപ്പോഴാണ് ഇടിച്ച് മറിഞ്ഞ് കെട്ടി മറിഞ്ഞിട്ട് എന്ത് ചെയ്ത് ആളുകളൊക്കെ കൂടി എങ്ങനെയെങ്കിലും ഇതൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് ഫ്ലൈറ്റിന് ഇവിടെ വന്ന് ഇറങ്ങിയതെന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഈ വർത്തമാനത്തിലൊന്നും കാര്യമില്ല. പക്ഷേ ഇതുകൊണ്ടുണ്ടായിട്ടുള്ള അപകടം യഥാർത്ഥത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് സതീശനടക്കമുള്ള ആളുകൾ ഇത് ചെയ്യാത്തത്? മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും ഞാൻ പലതവണ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ്റിനെതിരെ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ NSSും അതുപോലെ SNDPയും അതുപോലെ BJPയും ഒക്കെ ഉയർത്തുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ NSSും SNDPയും BJPയും ഒക്കെ ഉയർത്തും, വലിയ പ്രതിരോധത്തിലാവും സർക്കാർ. അത് കേരളത്തിലെ വിഭാഗീയതയെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് പോലും നിൽക്കാതെ ക്രൈസ്തവ മിഷണറിമാർ പലപ്പോഴും ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്നേക്കാണ്. ഇപ്പം ദീപികയിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. അതുകൂടാതെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പം ജോഷി മയ്യാട്ടിൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ, അദ്ദേഹം വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ചാനലുകളിൽ അദ്ദേഹം വന്ന് ബൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമല്ല, മുനമ്പത്തെ മാത്രമല്ല, വലിയ വേർതിരിവാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം വഖഫിലായിരുന്നു, ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അടുത്ത പ്രശ്നങ്ങളിലേക്കായി. ആ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എന്താ പറയുന്നതെന്നറിയോ? അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ന്യൂനപക്ഷ വകുപ്പെന്ന് പറഞ്ഞ് പേരിട്ടേക്കണത്? നിങ്ങളത് മുസ്ലിം ന്യൂനപക്ഷ വകുപ്പെന്ന് പറഞ്ഞ് പേരിടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മുസ്ലിം ന്യൂനപക്ഷ വകുപ്പെന്ന് പറഞ്ഞ് പേരിടൂ, എന്നിട്ട് വേറൊരു വകുപ്പുണ്ടാക്കൂ, ഈ മുസ്ലിം ഇതര ന്യൂനപക്ഷം എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടായിക്കോളൂ എന്നാണ് പറയുന്നത്. അതായത് ഈ വകുപ്പിലെ ഡയറക്ടർ മെമ്പേഴ്സിലെ എല്ലാവരും 22 പേരിൽ 22 പേരും മുസ്ലിംസാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രൊമോട്ടേഴ്സിൽ 55 പേര് 55 പേര് തിരുവനന്തപുരത്തുള്ളതിൽ 45 പേര് മുസ്ലിംസാണ്. കേവലം 10 പേര് മാത്രമേ അല്ലാത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ പ്രാതിനിധ്യം, ഞാൻ പറയുന്നത് എറണാകുളം ജില്ലയിലടക്കം എല്ലായിടത്തും തന്നെ ഇതുപോലെയുള്ള പ്രാതിനിധ്യം വളരെ വളരെ കുറവാണെന്നാണ്. ഇത് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ട്, ഒരു പദ്ധതിയുണ്ട്, അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സെൻറ്ററുകൾ മലപ്പുറത്തുള്ളത് 25 എണ്ണമാണെങ്കിൽ കോട്ടയത്തുള്ളത് 1 എണ്ണമാണ്, അത് തന്നെ ഈരാറ്റുപേട്ടയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എറണാകുളത്തുള്ളത് 5 6 എണ്ണം മാത്രമാണ്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന വലിയ ചോദ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, മുനമ്പത്തെ പ്രശ്നം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ അദ്ദേഹം പറയുന്നത് 2013 ഈ വകുപ്പ് രൂപീകരിക്കപ്പെട്ടത്. ഇപ്പോൾ 13 കൊല്ലമായി, 2026 ആയിട്ടും ഇതുവരെ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ വകുപ്പിൻ്റെ മന്ത്രിമാർ മുഴുവൻ മുസ്ലിംസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുനമ്പത്തെ ഇഷ്യൂ അത് പരിഹരിക്കാതെ ഇത് വർഗീയമായ നിലപാടുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വെറുതെ പറയുന്നതാണ്, ഇവരൊക്കെ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവരൊരു സൈഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ആരോപണമാണുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 10 ദിവസമായുള്ളൂ. അപ്പോൾ ഈ 10 മിനിറ്റ് പറയാതിരുന്നെങ്കിൽ ഒരു 100 ദിവസമോ 200 ദിവസം വരെ ആളുകൾ വെയിറ്റ് ചെയ്തേനെ. അതുകൊണ്ട് എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്, എന്തൊക്കെ ഈ വെറുതെ വായിട്ട് ഡയലോഗ് അടിക്കുന്നതുകൊണ്ട് പറ്റുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം മുനമ്പത്തെ ഇഷ്യൂ ആയിരുന്നു, മുനമ്പത്തെ ആളുകൾ ഒഴിപ്പിക്കുന്ന ഇഷ്യൂ മാത്രമായിരുന്നു. പക്ഷേ അത് വിട്ടിട്ട് യഥാർത്ഥത്തിൽ ഇപ്പം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ പേര് മറ്റേ മുസ്ലിം ന്യൂനപക്ഷ വകുപ്പ് എന്നാക്കി മാറ്റിക്കോളൂ, എന്നിട്ട് മറ്റേ ഇതര ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു വകുപ്പ് ഉണ്ടാക്കിക്കോളൂ എന്നാണ് ഈ പറയുന്ന പോലെ ആളുകൾ പറയുന്നത്. ഇത് ഷക്കീന TV അടക്കമുള്ള നിരവധി TVകളിൽ ഇത് നിരന്തരമായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദീപിക ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ ഭയപ്പെട്ടിരുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള ഒരു ഗവൺമെൻറ് എത്തുന്നു. ഇനി മുസ്ലിം ലീഗ് അനർഹമായി നേടിയാലും ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആരോപണം വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് ഇപ്പം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ മുനമ്പം ഇഷ്യൂ ഇപ്പം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കാര്യത്തിൽ വരെ എത്തിക്കുകയാണ്. അതുകൊണ്ട് VD സതീശൻ ഈ പറയുന്ന മുസ്ലിം ലീഗിന് താഴെ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ്
എന്നുള്ളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വർഗീയത മാത്രമാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ വന്നിട്ട് ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോ പ്രശ്നം കാര്യമൊന്നുമല്ല. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ചില അഡ്വൈസൊക്കെ കിട്ടിയിരുന്നു. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, 10 മിനിറ്റ് കൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, നമുക്ക് സുപ്രീം കോടതി വിധി വരുന്നവരെ കാത്തിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു തരത്തിലുള്ള പരിഹാരങ്ങൾ കൂടി നോക്കാമെന്ന് പറയാം. ഇനി ഇതിൻ്റെ പുറകിലുള്ള അടുത്ത അപകടം എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ 400-ലധികം ഏക്കറാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം 400-ലധികം വരുന്ന ഏക്കറുകളാണ് യഥാർത്ഥത്തിൽ അവിടെ ആധാരപ്രകാരമുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് 120 ഏക്കറിൽ താഴെയാണ്. എന്താ പറഞ്ഞാൽ ബാക്കിയൊക്കെ കടലെടുത്ത് പോയി. അപ്പോൾ കടലെടുത്ത് പോയതിന് ശേഷം ബാക്കിയുള്ള ഏക്കർ 110 ആണെങ്കിലും ഇതിലൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് വരുമ്പോൾ ചില ആളുകൾ ഭയക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നാളെ ഗവൺമെൻറ് പറയുകയാണ് വഖഫ് ബോർഡിനോട്, നിങ്ങൾക്ക് 400 ഏക്കർ ഭൂമിയല്ലേ വേണ്ടത്, പകരം ഗവൺമെൻറ് ഒരു 400 ഏക്കർ ഭൂമി അങ്ങോട്ട് തന്നേക്കാം, അത് കാസർഗോഡിലോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എവിടെയെങ്കിലും തന്നേക്കാം, ഗവൺമെൻറ്റിലെ ഭൂമിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് തന്നേക്കാം, നിങ്ങൾ ഈ ക്ലെയിം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ വഖഫ് ബോർഡ് ആ ക്ലെയിം ഉപേക്ഷിക്കുമെന്നാണ്. അങ്ങനെ ഉപേക്ഷിച്ചാൽ ഉറപ്പായിട്ടും 400 ഏക്കർ ഭൂമി അവർക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു ഡീല് കൂടി നടക്കുമെന്നുള്ളതാണ്. ഏത് 110 ഏക്കറിന് പകരം ഇത്തരത്തിൽ കിട്ടുമെന്നാണ്. അപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ അത് ചെയ്യാനും പറ്റില്ല, കാരണം അത് ചെയ്താൽ പോലും കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡീലിന് വേണ്ടിയുള്ള ശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞ ഫൈനൽ വിധി എന്തായിരിക്കും, ഇനി ഇവർക്ക് എതിരായിട്ടാണെങ്കിൽ, അത് വഖഫ് ബോർഡിന് അനുകൂലമായിട്ടാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളതൊക്കെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം ഇത്രത്തോളം വളരാൻ ഇത് ഇടയാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് സതീശനൊക്കെ, മുഖ്യമന്ത്രി പ്രിയപ്പെട്ട വി ഡി സതീശൻ, താങ്കൾ ചെയ്യേണ്ടത്, ഇതെനിക്കൊരു ചില ഉപദേശങ്ങൾ കിട്ടിയത് തെറ്റിപ്പോയി, അപ്പോൾ അതുകൊണ്ട് ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല, അതല്ലാതെ ഉമീദ് പോർട്ടൽ കൊണ്ടാണ് എന്നൊക്കെയുള്ള ഡയലോഗും വെറുതെ ഡയലോഗ് അടിച്ചുകൊണ്ട് തള്ളു പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തില്ലായിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ നമ്മൾ നിൽക്കുന്ന മുനമ്പം വൈപ്പിന് ആ ഏരിയ ഒക്കെ ഉണ്ടായത് 1800-കളിൽ ഒരു വലിയ പ്രളയം വന്ന് വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് അത് ഉണ്ടായെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിനിരുന്ന് കുറ്റപ്പെടുത്താം, ഉമീദ് പോർട്ടലിനെ കുറ്റപ്പെടുത്തുന്നതല്ല അതാണ്. കാരണം അതങ്ങനെ ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭൂമി തന്നെ ഉണ്ടാവില്ലല്ലോ എന്ന് പറയാം. അപ്പം അതുകൊണ്ട് ഇത് ഈ പറയുന്ന തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന പണിയാണ് എന്നുള്ളത് ആളുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഉപയോഗപ്പെടുത്താൻ നിൽക്കുന്ന നിരവധി ആളുകൾ ഈ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംരക്ഷണ വേദിയൊക്കെ തന്നെ, ഈ വഖഫ് സംരക്ഷണ വേദി എന്നൊക്കെ പറഞ്ഞ വേദി ഉണ്ടാവുകയോ അവർ സുപ്രീം കോടതി കേസിന് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിയിൽ നിന്ന് ഭാഗ്യത്തിന് ഇത് വഖഫ് ഭൂമിയല്ല, ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ അത് ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. ആ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കൂടി ഗവൺമെൻറ്റിന് നടത്താൻ പറ്റുന്നത്ര എടുക്കണം. ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് അവിടെയുള്ള ആളുകൾക്ക് ടാക്സ് അടക്കാനുള്ള ഒരു പരിപാടി ചെയ്തു കൊടുക്കണം. അതിപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ ടാക്സ് അടക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താ വെച്ചാൽ, ആരെങ്കിലും പിടിച്ചു പോലെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ജാമ്യം നിൽക്കാനുള്ള ഒരു ടാക്സ് കരമടച്ച റെസീപ്റ്റ് എങ്കിലും അവരുടെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെങ്കിലും ഏറ്റവും ആദ്യം ചെയ്യണം എന്നുള്ളത് ഞാൻ വളരെ ബഹുമാനത്തോടെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ടോപ്പിക്ക് കഴിഞ്ഞു, താല്പര്യമുള്ളവർ കേട്ടാൽ മതി. അത് നമ്മുടെ ഒരു പുതിയ ചാനലിനെ കുറിച്ചാണ്. ആ പുതിയ ചാനലിൻ്റെ പേര് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലാണ് യൂട്യൂബിൽ കിട്ടുക. ചാനലിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അപ്പോൾ ആ ചാനൽ പ്രേക്ഷകരെല്ലാവരും തന്നെ കാണണം. അതിലൊരു എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 13,000-ലധികം പേര് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷം നിങ്ങളുടെ പിന്തുണയ്ക്ക്. പക്ഷെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം അതൊരു 1 മണിക്കൂറും 44 മിനിറ്റുമുള്ള ഒരു വലിയ പോഡ്കാസ്റ്റാണ്. 2021 അധികാരത്തിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയന് വലിയ ഇമേജ് ഉണ്ടായിരുന്നു. 5 കൊല്ലം അദ്ദേഹം ഭരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നമുക്കൊരു കുഴപ്പവും തോന്നിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ എന്നുമായിട്ടൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നതെങ്കിൽ, കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ട് രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനകളുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ ഇമേജ് എങ്ങനെയാണ് തകർത്തത്, അങ്ങനെ ലോകരാജ്യങ്ങളിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എങ്ങനെയാണ് മാധ്യമ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി തകർക്കപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റ് നിങ്ങൾ കാണണം. കൂടാതെ നിരവധി പോഡ്കാസ്റ്റുകൾ, ഒരു മാസം 2-3 പോഡ്കാസ്റ്റെങ്കിലും അതിനകത്ത് ഒരു മാസം ഉണ്ടാവും. ആ പോഡ്കാസ്റ്റ് കൂടുതലായി ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും വളരെ ആവശ്യമാണ്.
നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മളെ മെമ്പർഷിപ്പ് എടുക്കാം ഈ ചാനലിൽ. അത് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള ഏതെങ്കിലും മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ആ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവാനില്ല. നമ്മുടെ വിജയദാനം ചില വീഡിയോകൾ നേരത്തെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുമുപരി നമ്മൾ നിലനിൽക്കണമെന്നും നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ആ കൊടുത്തേക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറേ കൂടി വലിയ സപ്പോർട്ടുകൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയട്ടെ. ഇനി അതൊന്നും ചെയ്യാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. അതിനേക്കാൾ വലിയ സന്തോഷമെന്ന് പറയുന്നത് നിങ്ങളുടെ വലിയ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. ആ വീഡിയോകൾ നിർബന്ധമായും മുഴുവനായിട്ടും തന്നെ കാണുകയും നിങ്ങൾ മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുകയൊക്കെ വേണം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് കൂടി മറന്നു പോകേണ്ട. അത് പൊതുബോധങ്ങൾ സൃഷ്ടിക്കാനുള്ള വലിയ മാധ്യമങ്ങളുടെയും പെയ്ഡായിട്ട് നടത്തുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾക്കുമെതിരെയുള്ള ഒരു ചെറിയ എഫേർട്ടാണ്. അതിൻ്റെ പേരാണ് BCC വിത്ത് രതീഷ് ചക്രപാണി. മറക്കരുത്, നിങ്ങളുടെ പൊതുബോധത്തെ തകർക്കുന്ന നിരവധി പോഡ്കാസ്റ്റുകളായിരിക്കും അതുവഴി നിങ്ങൾക്ക് കാണാൻ കഴിയുക.